നമസ്കാരം. റേഡിയോ മീഡിയ വില്ലേജിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നാട്ടിലെ ഓണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 18 ചോതി നാളാണ്. തിരുവോണത്തെ വരവേൽക്കാനായിട്ട് നാടും നഗരവും എല്ലാം കാത്തിരിക്കുമ്പോൾ നാട്ടിലെ ഓണക്കാഴ്ചകളിൽ ഇന്ന് എന്നോടൊപ്പമുള്ളത് സ്കൂൾ കലോത്സവങ്ങളിലൂടെ സുഷിരവാദ്യത്തിൽ 1ാം സമ്മാനം നേടി ഇന്ന് ജനപ്രിയമാർന്ന സിനിമകളുടെ ഭാഗമായ വാഴപ്പള്ളിയുടെ സ്വന്തം കലാകാരനാണ് നമ്മോടൊപ്പമുള്ളത്. കലാകാരൻ മാത്രമല്ല, കലാകാരൻ്റെ പ്രിയ പത്നിയുമുണ്ട്. സ്നേഹപൂർവ്വം രണ്ടുപേരെയും സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം അഖിൽ, അനിൽ ആൻഡ് അനുഗ്രഹ. അഖിൽ, നമസ്കാരം. ഈ ഓണം അഖിലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, അഖിലൊരു അച്ഛനാകാൻ പോകുന്നു. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു. എന്താണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ചെയ്യുന്ന ഒരു കാര്യം? എന്താണ് ഉള്ള വിശേഷം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തന്നെയാണ്, ഒരു അച്ഛനാകാൻ പോവുകയാണ്. അപ്പം ആ ഒരു കുഞ്ഞാവെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് വലിയൊരു വിശേഷം എന്ന് പറയാം. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണിത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബേബി വരാൻ പോകുന്നു, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഏകദേശം ഇതിന്റെ അടുത്തടുത്തൊരു ഡേറ്റ് ആണ് പറഞ്ഞേക്കുന്ന ഡേറ്റും. അതിന്റെ ഒരു കുറച്ച് പേടിയും ഉണ്ട്. അഖിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ വർക്കുകൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്തത് ഇന്നസെന്റ് മൂവിയിലായിരുന്നു നമ്മൾ ലാസ്റ്റ് വായിച്ചത്. പിന്നെ ഇപ്പം നമ്മളൊരു പോപ്പുലറിന്റെ എന്തോ അതെ 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 ഇപ്പൊ നിങ്ങൾ വന്നപ്പോൾ കണ്ട പോലെ ഒരു ഓണത്തിന്റെ ആഡ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഓണത്തിന്റെ വിശേഷങ്ങളും വർക്കുകളൊക്കെ നടന്നത്. പഴയകാല ഓണത്തിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്? ആദ്യം അഖിൽ പറയണം. അഖിലിന്റെ ഓർമ്മകളാണ് ആദ്യം കേൾക്കേണ്ടത്. അതിനുശേഷം നമുക്ക് അനുഗ്രഹയുടെ ഓർമ്മകളിലേക്ക് പോകാം. എന്തൊക്കെയാണ് അഖിലിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത്? കുട്ടിക്കാല ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കൊച്ചിലെയൊക്കെ നമ്മൾ ഈ ഓണസമയത്ത് നമ്മുടെ അമ്പലത്തിൽ, അതിന് ഇപ്പോഴും ഉണ്ട്, കൽക്കുളത്ത് അമ്പലത്തിൽ അവരുടെ ക്ലബിന്റെ ഭാഗമായിട്ട് ഓണാഘോഷം നടക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തലേദിവസം പോയി ഇതുപോലെ പൂ പറിക്കാൻ പോവുകയും അങ്ങനെ നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് പിറ്റേ ദിവസം അത്തപ്പൂക്കള മത്സരമുണ്ട്, അതിന് പോവും. അത് കഴിഞ്ഞിട്ട് അമ്മ വീട് കോട്ടയത്താണ്. അപ്പം എല്ലാ വർഷവും ഇപ്പം ഈ വർഷം വരെ നമ്മൾ അമ്മ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. അമ്മുമ്മയുണ്ട് അവിടെ. അപ്പോൾ അവിടെയാണ് ഓണം ആഘോഷങ്ങളും അവിടെ സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒത്തുചേർന്ന്. അതാണ് നമ്മുടെ ഉള്ള ഒരു ഓണ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും കോട്ടയം കുമ്മനും ഒക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. ഇനി നമുക്ക് തകഴിയുടെ ഓണത്തിലേക്ക് പോകാം. ഗ്രഹാതിരത്വം നിറഞ്ഞ വള്ളവും വെള്ളവുമുള്ള നാട്ടിൻപുറങ്ങളുടെ നന്മകളാൽ സമൃദ്ധമായിട്ടുള്ള തകഴിയിലെ വീട്ടിലെ ആ ഓണാഘോഷങ്ങൾ എങ്ങനെയായിരുന്നു? എൻ്റേത് സ്കൂളിൽ നമ്മൾ ഓണാഘോഷമുണ്ട്, ഭയങ്കര ഗ്രാൻഡ് ആയിട്ടാണ് സ്കൂളിൽ. അപ്പം എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നതാ. അവിടെ ആണെങ്കിലും നമ്മൾ അത്തപ്പൂക്കള മത്സരം, പിന്നെ ലെമൺ ആൻഡ് സ്പൂൺ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ തുടങ്ങുന്നത്. പിന്നെ വീട്ടിലോട്ട് വരുമ്പം നമ്മൾ കൂട്ടുകുടുംബമാണ്. അപ്പോൾ അമ്മയുടെ ചേച്ചി, അവരുടെ മക്കൾ എല്ലാവരും ഉണ്ട്. ഇതേ സെയിം സാധനം ഞങ്ങളുടെ റോഡിൽ ഇങ്ങനെ തന്നെ നാരങ്ങ സ്പൂണും സംഭവങ്ങളൊക്കെ കളിക്കും. പിന്നെ അമ്പലത്തിൽ, ചെങ്ങന്നൂർ അമ്പലത്തിൽ അത്തപ്പൂക്കളം ഭയങ്കര വലുതായിട്ടിടും. അത് പോയി കാണും. പിന്നെ ഞങ്ങളുടെ ആ സൈഡിലോട്ട് മെയിനാണ് വള്ളംകളി. വള്ളംകളി ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അത് കാണാനായിട്ട് നമുക്ക് അടുത്ത് തന്നെ നമുക്ക് പോയി കാണാൻ പറ്റുമല്ലോ. അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ കരയുണ്ടല്ലോ, അപ്പം നമ്മുടെ കരയത്ത് ഭയങ്കര വിൻ ചെയ്യണം, അങ്ങനെയുള്ള സംഭവങ്ങളും അങ്ങനെയാണ്. പിന്നെ എല്ലാവരും കൂടെ ഓരോ അവിട്ടം, തിരുവോണം അങ്ങനെ വരുന്ന ദിവസങ്ങൾ ഓരോ വീട്ടിലാണ് ഞങ്ങളുടെ അവിടെ സദ്യ. അവിടെ ഇത്രയും പേരുള്ളതുകൊണ്ട് ഓരോരുത്തരുടെ വീട്ടിലായിരിക്കും ഓണം കൂടുന്നത്. ഫസ്റ്റ് കുടുംബം, പിന്നെ അമ്മയുടെ ചേച്ചി, അനിയൻ, ഞങ്ങളുടെ വീട്, അങ്ങനെ. അതാണ് എനിക്ക് ഓർമ്മ കൊച്ചുകാലത്തെ ഓണത്തെ പറ്റിയിട്ടുള്ളത്. അതിൽ ഈ ഹോം സ്റ്റുഡിയോ തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? കാരണം എനിക്കറിയാം, അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖിൽ ഫ്ലൂട്ടുമായിട്ട് നിങ്ങൾക്കൊരു ടീമുണ്ട്. ആ ടീമിൻ്റെ കൂടെ പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യുകയാണ്. അവിടെ നമ്മൾ സ്ഥിരം പാറ്റേണിൽ കുറച്ച് പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഈ ഹോം സ്റ്റുഡിയോയുടെ ഒരു പ്രാധാന്യം അതെങ്ങനെയാണ്, ആരാണ് അതിനൊരു പ്രചോദനമായി മാറിയത്? ഹോം സ്റ്റുഡിയോയുടെ പ്രാധാന്യം എനിക്ക് പിന്നെ പണ്ട് തൊട്ട് സൗണ്ടിങ്ങിൽ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം ആ പ്രൊസസ്സറൊക്കെ മേടിച്ച സമയത്ത് തന്നെ ജസ്റ്റ് കമ്പ്യൂട്ടറെ കണക്ട് ചെയ്തിട്ട് റെക്കോർഡൊക്കെ ചെയ്യുമായിരുന്നു. ചെറിയൊരു പണ്ട് ഓഡാസിറ്റി എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയറാണ്. അപ്പം അങ്ങനെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ 4 കോടിയിലുള്ള കീബോർഡ് വായിക്കാൻ ജയിപ്പിച്ചേട്ടനുണ്ട്, ജയപ്രകാശ് ചേട്ടൻ. ജയിപ്പിച്ചേട്ടനാണ് ഇതുപോലെ നീ ഒരു സോഫ്റ്റ്വെയർ വേറെ നല്ലൊരു സോഫ്റ്റ്വെയർ വാ, ഒരു സൗണ്ട് കാർഡ്, ഒരു മൈക്കൊക്കെ എടുക്കും, ഞാൻ ഒരാളെ കണക്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞ്. അതാണ് ശരിക്കും അതിൻ്റെ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു ചേട്ടനെ കണക്ട് ചെയ്ത് തന്നിട്ട് ഞാൻ സൗണ്ട് കാർഡ്, മൈക്കും ഹെഡ്ഫോണും അങ്ങനെ സംഭവങ്ങളെല്ലാം എടുത്തു. അങ്ങനെ അവിടെ തുടങ്ങിയതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു പീക്ക് ലെവൽ ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്ത്. ഈ കോവിഡ് സമയത്ത് എനിക്ക് ആ സൗണ്ട് കാർഡും ഇതും എടുത്ത് ഭയങ്കര ഉപകാരപ്പെട്ടൊരു, അന്ന് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, ഫൈവർ എന്ന് പറഞ്ഞിട്ട്. അത് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഉള്ളൊരു സൈറ്റാണ്. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് നമ്മുടെ വേണ്ട വർക്കുകൾ ആർക്കാണോ ആവശ്യമുള്ള അവർ നമുക്ക് മെയിൽ ചെയ്യും. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് കുറേ വർക്കുകൾ ആ ഒരു കോവിഡ് സമയത്തും എനിക്ക് അതിൽ നിന്ന് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റി, എനിക്ക് മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം കൂടുതലും വർക്കുകളും ഇതുപോലെ വീട്ടിൽ ഇരുന്ന് വായിച്ചിട്ട് അയച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പം കൂടുതലും വർക്കുകൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് ഞാൻ കൂടുതലും
എൻ്റെ റീലായിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള റീലുകൾ കൂടുതൽ ചെയ്യാറുണ്ട്. അങ്ങനെ വർക്കുകളും അതാണ് കൂടുതൽ. ഞാൻ പ്രോഗ്രാമിംഗ് അങ്ങനെ ചെയ്യാറില്ല. ഞാൻ അപ്പോൾ ആൾക്കാർ അയച്ചു തരുന്നത് ഇപ്പോൾ ഒരു നാഗസ്വരമാണെങ്കിലും പുല്ലാങ്കുഴലാണെങ്കിലും അവർ അയച്ചു തരും. ഇന്ന പോർഷനിൽ ഇന്നത് വേണം എന്ന് പറഞ്ഞ് അയച്ചു തരുന്നത് നമ്മൾ വായിച്ച് തിരിച്ച് അവർക്ക് അയച്ചു കൊടുക്കും. ഓണക്കാല സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട് കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം, കാരണം പ്രത്യേകിച്ച് കർക്കിടകത്തിൽ പരിപാടിയൊന്നും തന്നെ ഇല്ല, അത് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം സാമ്പത്തികമൊക്കെ കിട്ടിത്തുടങ്ങുന്നത് ഓണ പ്രോഗ്രാമുകളിലാണ്. അപ്പോൾ ഓണക്കാലത്തിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമുകളും ആ ടീമിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ? പൊതുവെ എൻ്റെ ഒരു ബാൻഡുണ്ട്, അഖിലനിൽ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബാൻഡുണ്ട്. ബാൻഡിൻ്റെ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ അല്ലാതെ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ വേറെ ബാൻഡിലും അല്ല വേറെ ആൾക്കാരുടെ കൂടെയൊക്കെ നമ്മൾ പ്രോഗ്രാമിന് പോകാറുണ്ട്. കൂടെ ഇപ്പം ബാൻഡിൽ ഉള്ളത് കീബോർഡ് ഉണ്ട്. കീബോർഡ് സുധീഷ് ചേട്ടനാണ് ചെങ്ങന്നൂരുള്ളത്. പിന്നെ റിതം പാഡും കമ്പോസറും സിജിമോൻ ചേട്ടൻ ആലപ്പുഴയിലുള്ളത്. ഡ്രംസ് ഉണ്ട്, യദുവാണ്. പിന്നെ ബേസ് ഗിത്താർ അശ്വിൻ, വയലിൻ ശ്രീരാജ് ചേട്ടൻ. ശ്രീരാജൻ എൻ്റെ ആശാനും കൂടാണ് ഫ്ലൂട്ടിൽ. ഓണ പ്രോഗ്രാമായിട്ട് നമുക്ക് നിലവിൽ ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല. കുറച്ച് എൻക്വയറികൾ കിടപ്പുണ്ട് എന്നല്ലാതെ ഒരു ഓണ പ്രോഗ്രാമായിട്ട് നിലവിലൊന്നും വന്നിട്ടില്ല. പൊതുവെ ഞാൻ പറഞ്ഞില്ല, ഓണത്തിന് കൂടുതലും നമ്മുടെ ഫാമിലി ആയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അത്ര അത്യാവശ്യം ഉള്ള ഒരു ഇതാണെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാറുള്ളൂ. ഈ ഫീൽഡിൽ വരുന്ന പല ആളുകളും, പ്രത്യേകിച്ച് ഗോപി സുന്ദർ തബല വായിക്കുന്ന ആളാണ്, ഈ മ്യൂസിക് ഡയറക്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാ ഇൻസ്ട്രുമെൻറ്റും വായിക്കാൻ അറിയാവുന്നവരുണ്ട്. ജോൺസൺ മാഷിനെ പോലുള്ളവർ. ചിലർക്ക് ഒരു കീബോർഡ് മാത്രമായിരിക്കും, ചിലപ്പോൾ ഒരു ഫ്ലൂട്ടായിരിക്കും. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അഖിലിനോട് ചോദിക്കുകയാണ്, ഈ ഇതൊക്കെ ചെയ്തിട്ടും ഒരു മ്യൂസിക് ഡയറക്ടർ ആകാനുള്ള ഒരു താല്പര്യം, സാഹചര്യം എനിക്ക് മുമ്പ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതോ ഈ ചോദ്യം നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ നോക്കിക്കാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇപ്പം ഞാൻ ഫ്ലൂട്ട് ആസനം വായിക്കുന്നു, വയലിൻ വായിക്കുന്നു വേറൊരാൾ. പക്ഷേ പെട്ടെന്ന് എനിക്ക് വയലിൻ തന്നാൽ എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഞാൻ അതിനെ വേറെ ഒരു ഫീൽഡായിട്ട് നോക്കിക്കാണുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു മൈൻഡ് വരുവാണെന്നുണ്ടെങ്കിൽ സെറ്റാണ്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു കമ്പോസിങ് സെഷനിലേക്ക് ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല. ഞാൻ എപ്പോഴും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതിൽ ഞാൻ എപ്പോഴും അത് ചെയ്യാറുള്ളൂ. ഇപ്പം നമ്മൾ ചെയ്യുന്ന ട്യൂൺ അപ്പോൾ വേറൊരു പാട്ടുമായിട്ട് സാമ്യം ഉണ്ടായാൽ നമ്മളൊക്കെ അത് സെറ്റാകത്തില്ല. അതിൽ നമുക്കൊരു അതിനൊരു വേറെ ഒരു ഐഡിയ വേണം. നമ്മൾ പറഞ്ഞ പോലെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിലോട്ട് കൈ കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ചിലർക്ക് അവർ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് പാറ്റേൺ വായിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിടാറുണ്ട്. എന്നിട്ട് നമ്മൾ ഫൈനൽ ഔട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം ഒരു 4 എണ്ണം വായിച്ചാൽ ചിലപ്പം 4 എണ്ണത്തിൻ്റെ ഓരോ പോർഷനൊക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെ പലരും ചിലവർ അതേപടി അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതേപടി വേണമെന്ന് പറയാറുണ്ട്. പലരും ഞാനപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അനുഗ്രഹയുടെ വിശേഷത്തിലേക്കൊക്കെയാണ് വരുന്നത്. അനുഗ്രഹയുടെ വിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അനുഗ്രഹ ഒരു ഡാൻസറാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള തകിഴി ഓമന എന്ന് പറയുന്ന ആളുടെ ചെറുമകളാണ്. ഈ തകിഴി ഓമന എന്ന് പറയുന്ന ആൾ ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ആ ഒരു ആശാട്ടിയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ഡാൻസ് പഠിക്കാനുണ്ടായ ഒരു സാഹചര്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ഞാൻ കറക്റ്റ് 3.5 വയസ്സ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ടാക്കിയത്. അതൊരു അമ്മയുടെ കൂടെ അമ്മ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ക്ലാസ്സിന് മുമ്പ് അമ്മ കൊണ്ടുപോയിരുന്നു. അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരുത്തിയിട്ട് അങ്ങനെ ഞാൻ കണ്ട് അങ്ങനെ കയറിയത്. ഓണം നമുക്കങ്ങനെ ഡാൻസ് പ്രോഗ്രാംസ് നമ്മൾ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഓണം വരുമ്പോൾ അമ്മയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും അങ്ങനെ പ്രോഗ്രാംസ് ഡാൻസ് ഓണത്തിന് റിലേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിലാണ് മെയിൻ. ആ ഒരു ദിവസം നമുക്ക് ഈ ഗ്രൂപ്പ് ഡാൻസ് അപ്പോൾ അങ്ങനെ നമ്മൾ മെയിനായിട്ട് ഒരാൾ ചെയ്യുന്നത് ഒരാളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരാളാകാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മെയിൻ വന്നിട്ടുള്ളത്. അല്ലാതെ ക്ലാസിക്കൽ ഡാൻസ് ലൈക്ക് ഭരതനാട്യം അങ്ങനെയുള്ള സംഭവങ്ങൾ പ്രോഗ്രാമായിട്ട് ഓണം ടൈമിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഈ NSSൻ്റെ ഒരു ഇത് വന്നിട്ടുള്ള ഒരു പ്രോഗ്രാം അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അത് ഓണം ഏകദേശം ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും. അതിൽ ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷൻ, അതായത് ഇപ്പോൾ ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ വായിക്കുമ്പോഴത്തേക്കുള്ള അവസ്ഥ എന്താണ്? നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് വളരെ നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നു, ഒരാൾ ഡാൻസ് ചെയ്യുന്നു, നിങ്ങൾ അവിടെ ഇരുന്ന് വായിക്കുന്നു, അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? പരിപാടി കുറവാണെങ്കിലും റിഹേഴ്സലായിരിക്കും കൂടുതലും. ഒരാഴ്ചയിൽ വീക്കെൻഡിൽ മാത്രമേ അവിടെ പരിപാടി USA പോകുമ്പോഴുള്ള കാര്യമാണ്. അപ്പം അവിടെ തിങ്കൾ മുതൽ ഒരു വെള്ളി വരെയും പ്രാക്ടീസ് ആയിരിക്കും, ശനിയാഴ്ച പ്രോഗ്രാമും. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മസ്റ്റായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ അതുപോലെ പ്രിപ്പയർ ചെയ്ത് പക്കയായിട്ടാണ് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു തെറ്റ് വരാതെ വേണം ആ കുട്ടിയെ കൊണ്ടുപോകണം എന്നുള്ള ഒരു രീതിയാണ് ഇതിൽ വേണ്ടത്. അതാണ് പ്രൊഡക്ഷനിൽ വരുമ്പോഴത്തേക്കും അത് വേറൊരു സ്റ്റൈലാണ്. പ്രൊഡക്ഷനിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് താളങ്ങൾ മാറും, രാഗങ്ങൾ മാറും. ചിലപ്പോൾ രാഗം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താലേ ചിലപ്പോൾ പാട്ടുകാർക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളവിടെ ബ്ലാങ്ക് ആക്കി ഇട്ടാൽ അവർക്കും ഒരു ബ്ലാങ്ക് ആവും, മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അതുപോലെ പ്രാക്ടീസ് ചെയ്ത് നൊട്ടേറ്റ് ചെയ്തും വേണം ഡാൻസ് പ്രോഗ്രാമിന് കയറാനായിട്ട്. അപ്പം നമ്മളിങ്ങനെ നാട്ടിലെ ഓണക്കാഴ്ചകളുടെ വിശേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ട് മാത്രമേ പുല്ലാങ്കുഴയിൽ നിന്ന് എത്തിയുള്ളൂ. ഇനി നമുക്ക് അഖിലിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഉത്രാടപ്പൂനിലാവേ വാ
മുറ്റത്തെ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാനങ്ങ് പാടുമായിരിക്കുന്നു. നടക്കത്തില്ല. അഖിലിനെ കൊണ്ട് നമ്മൾ ഇതൊന്ന് പെർഫോം ചെയ്യിക്കാൻ പോവുകയാണ്. അപ്പോൾ അഖിലേ, ഞങ്ങൾക്ക് വേണ്ടി ആ മനോഹരമായിട്ടുള്ള ഓണനാളുകളിൽ കേൾക്കുന്ന ആ പാട്ടൊന്ന്. ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് 2 ഗസ്റ്റായിരുന്നു. ചങ്ങനാശ്ശേരിയുടെ തന്നെ സ്വന്തമാണ്. വളർന്നു വരുന്ന ഒരു യുവകലാകാരനും ഒരു കലാകാരിയും. അഖിലും അനുഗ്രഹമായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. 2 പേർക്കും സ്നേഹപൂർവ്വം എല്ലാ പ്രാർത്ഥന ആശംസകളും ഒക്കെ നേർന്നുകൊണ്ട് ഹാപ്പി ഓണം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓണക്കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു. തീരുന്നില്ല. പുതിയ ഓണക്കാഴ്ചകൾ പുതിയ അതിഥികളുടെ അടുത്തേക്ക് എത്തും. അതിനായി നിങ്ങൾ കാത്തിരുന്നോളൂ. 90.8 FM റേഡിയോ മീഡിയ വില്ലേജ്.